I'm angry that I've lost control of my life so badly. Remember കുറച്ച് നാള് മുമ്പ് ഞാൻ ഉസ്താദിനെതിരെ പോസ്റ്റ് ഇട്ട് രഞ്ജിനി ഹരിദാസ് ഉസ്താദിനെ പൊട്ടൻ എന്ന് വിളിച്ചു. സ്ത്രീകളെ ഭരണം ഏൽപ്പിക്കുക, പൊതുകാര്യങ്ങൾ ഏൽപ്പിക്കുക, പിന്നെ എങ്ങനെ കുട്ടികളുണ്ടാവാം? സംഭവം ഇങ്ങനെ. ഉസ്താദ് നടത്തിയ ഒരു അഭിമുഖത്തിലാണ് ഇങ്ങനെ പറഞ്ഞത്. ഈ വീഡിയോയുടെ ഉള്ളടക്കം ഷെയർ ചെയ്തുകൊണ്ടാണ് രഞ്ജിനി ഹരിദാസ് പ്രതികരിച്ചത്. ആരാന്റെ കാര്യത്തിൽ എന്താ താല്പര്യം? തെറ്റ് ശരി നിശ്ചയിക്കാൻ നിങ്ങളാരാ? വലിയ ന്യായാധിപം വന്നിരിക്കുന്നു. പ്രസവം കുറയും, ഗർഭധാരണം കുറയും, പ്രസവം കുറയും, ജനസംഖ്യ കുറയും. തന്നോട് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് തന്റെ ഈ കക്കൂസ് വാ കൊണ്ട് ചളബള ഓരോന്ന് വിളിച്ചു പോരുന്നു. വണ്ടർഫുൾ. ഏതാ ഈ പൊട്ടൻ? രഞ്ജിനി ഹരിദാസ് പ്രതികരിച്ചത്. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. കാരണം കുഞ്ഞിനെ നോക്കാൻ സ്കൂളിൽ പോകാൻ രണ്ടും കൂടെ കഴിയുമോ? അപ്പോൾ കുട്ടി വേണ്ടാന്ന് വയ്ക്കും. അതായത് ഉസ്താദ് പറയുന്നത് സ്ത്രീകൾ കുട്ടികളെ നോക്കി വീട്ടിലിരിക്കുന്നതാണ് നല്ലത്. ഭരണകാര്യങ്ങളും പൊതുകാര്യങ്ങളും ഏൽപ്പിച്ചാൽ ജനസംഖ്യയെ ബാധിക്കും. ഇത്രയേ മൂപ്പർ പറഞ്ഞിട്ടുള്ളൂ. എന്തായാലും സോഷ്യൽ മീഡിയ ഇപ്പോൾ രഞ്ജിനി ഹരിദാസിനെ സപ്പോർട്ട് ചെയ്താണ് കൂടുതൽ വരുന്നത്. ചിലരാകട്ടെ ഉസ്താദിനെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ നാട്ടുകാരുടെ മുൻപിൽ താൻ ഒരു വഷളനാക്കി, ഒരു നിഷ്ഠൂരനാക്കി. തൃപ്തിയായില്ലേ എനിക്ക്? ഇപ്പോൾ റഷ്യ, നോർത്ത് കൊറിയ, ചൈന കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ ജനസംഖ്യ കുറയാൻ കാരണങ്ങൾ ഇതൊക്കെയാണോ? ഇവിടെ നാട്ടിൽ പെൺകുട്ടികൾക്ക് കല്യാണമേ വേണ്ട എന്ന് പറഞ്ഞു നടക്കുമ്പോഴാണ് ഇങ്ങനെയൊരു പുതിയ പ്രസ്താവനയുമായി ഉസ്താദ് എത്തിയത്. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമന്റുകളായി രേഖപ്പെടുത്തുക.